പുതിയ അതിവേഗ റെയിൽ പദ്ധതിയിൽ നിന്നും കാസർഗോഡിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമാവുന്നു. തിരുവനന്തപുരത്ത് നിന്നും വെറും 3.25 മണിക്കൂർ കൊണ്ട് കണ്ണൂരിലേക്കും തിരിച്ചും എത്തുവാൻ കഴിയുന്ന ഈ പദ്ധതി യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് കരുതപ്പെടുമ്പോഴും പദ്ധതിയിൽ നിന്നും കാസർഗോഡ് ജില്ലയെ വെട്ടിമാറ്റിയത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ റെയിൽ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് മെട്രോമാൻ ഇ ശ്രീധരൻ അവതരിപ്പിച്ച പുതിയ അതിവേഗ റെയിൽ പദ്ധതിയിൽ കാസർഗോഡില്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത്. തിരുവനന്തപുരത്തുനിന്ന് വെറും 3.25 മണിക്കൂർ കൊണ്ട് കണ്ണൂരിലെത്താൻ കഴിയുന്ന ഈ പദ്ധതി യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് കരുതപ്പെടുമ്പോഴും വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയോട് കാട്ടുന്ന കടുത്ത അവഗണന വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു. സിൽവർ ലൈൻ പദ്ധതി കാസർഗോഡ് വരെ വിഭാവനം ചെയ്തിരുന്നിടത്താണ് അതിന് പകരമായി കൊണ്ടുവരുന്ന ഈ പുതിയ ബദൽ പദ്ധതി കണ്ണൂരിൽ അവസാനിപ്പിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തിന്റെ ഒരറ്റത്തുള്ള ഒരു ജില്ലയെ വികസന ഭൂപടത്തിൽ നിന്നും വെട്ടിമാറ്റുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പുതിയ റെയിൽ പദ്ധതിയിൽ നിന്നും കാസർഗോഡിനെ ഒഴിവാക്കിയതിനെതിരെ ജനപ്രതിനിധികളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. തികഞ്ഞ അവഗണനയാണ് കാസർഗോഡിനോട് കാണിച്ചിരിക്കുന്നതെന്നും പദ്ധതി കാസർഗോഡ് വരെ നീട്ടണമെന്നും ഉദുമ MLA CH കുഞ്ഞമ്പു പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചേർന്നുകൊണ്ട് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ അതിവേഗ റെയിൽപാത എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു DPR ഉണ്ടാക്കുന്നതെന്നാണ് അറിഞ്ഞത്. നേരത്തെ അർദ്ധ അതിവേഗ റെയിൽപാത അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ അത് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കിട്ടാത്തത് കൊണ്ട് അത് ഒഴിവാക്കി പുതിയ DPR തയ്യാറാക്കി കേരളത്തിൽ 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തത്തക്ക നിലയിലുള്ള സംവിധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സംവിധാനം വരുന്നത്. പക്ഷെ എന്ത് ആവട്ടെ, അത് കണ്ണൂർ അവസാനിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് കാസർഗോഡിനുള്ള തികഞ്ഞ അവഗണനയാണ്. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോൾ കാസർഗോട്ടെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ഇടപെട്ടാണ് അത് കാസർഗോഡ് വരെ നീട്ടിയത്. ഇത്തവണ ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു, അത് കണ്ണൂരിൽ അവസാനിപ്പിക്കാൻ പാടില്ല, കാസർഗോഡ് വരെ വിടണം. അതിനവർ ന്യായം പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് യാത്രക്കാരില്ല എന്നാണ്. തെറ്റായ വിവരമാണ് അവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ശരിയേ അല്ല. DPR തയ്യാറാക്കുമ്പോൾ തന്നെ കാസർഗോഡ് നിന്ന് തന്നെ എടുക്കണം, അല്ലാതെ കണ്ണൂർ കൊണ്ട് അവസാനിപ്പിച്ച് പിന്നീട് അത് ഒരിക്കൽ നീട്ടാമെന്നൊക്കെ പറഞ്ഞത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ DPR തയ്യാറാക്കുമ്പോൾ തന്നെ കാസർഗോഡ് കൂടി ഉൾപ്പെടുത്തി ഈ നിർദ്ദിഷ്ട റെയിൽപാത കാസർഗോഡ് വരെ ആക്കുകയും ഈ അതിവേഗ തീവണ്ടി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുകയും ചെയ്യുന്ന നിലയിലേക്കാകണം. അതല്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം കാസർഗോഡ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരു മുന്നറിയിപ്പ് നൽകിയാണ്. വിഷയത്തിൽ കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.